ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ അടിപൊളി മഴ പുറത്ത്. പിന്നെ കുറച്ച് നേരം അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ മമ്മി എണീറ്റ് വന്നു. മമ്മി എണീറ്റ് വന്ന് എനിക്കൊരു കാപ്പി ഇട്ട് തരാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അമ്മയുടെ കഴിവ് കൊണ്ട് രാവിലെ ഒരു കാപ്പി കിട്ടിയാലേ അങ്ങോട്ട് ഉഷാറാവുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഞാനും കാപ്പി ഇട്ട് മമ്മിക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടം മമ്മി ഇവിടെ വന്ന് വീഡിയോ ഇട്ടപ്പോൾ ആരൊക്കെ പറയുന്നത് കേട്ടു, അമ്മയെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ അയർലൻഡിലേക്ക് കൊണ്ടുപോയത്? അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കുക്ക് ചെയ്യും. ചിലപ്പോൾ ഞാൻ കുക്ക് ചെയ്യും, ചിലപ്പോൾ അമ്മ കുക്ക് ചെയ്യും. എല്ലാവരും ഒരുമിച്ചൊക്കെ തന്നെ കുക്ക് ചെയ്യുന്നത്. എനിവേ, രാവിലെ നമ്മൾ ഉപ്പുമാവാണ് കഴിച്ചത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നല്ലൊരു പിറന്നാൾ സദ്യ തന്നെ ഞങ്ങളുടെ ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് എല്ലാം ഉണ്ടാക്കി. പച്ചടി, കിച്ചടി, ഇഞ്ചിക്കറി, പരിപ്പ്, മീൻകറി, ബീഫ് ഫ്രൈ, അങ്ങനെ നല്ലൊരു ക്രിസ്ത്യൻ സദ്യ ഞങ്ങളുടെ ഉണ്ടാക്കി. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ സദ്യയാണ് ഞങ്ങൾ കഴിച്ചത്. ഞങ്ങൾ സിനിമയൊക്കെ കണ്ടിരുന്ന് പതുക്കെ ആസ്വദിച്ചാണ് ഇന്ന് സദ്യ കഴിച്ചത്. സദ്യ കഴിച്ച് ക്ഷീണത്തിലിരിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കാത്ത രണ്ട് അതിഥികൾ വന്നു. ലൈക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ചിപ്പിയും ടീനയും. അവർ രണ്ടുപേരും എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് വീട്ടിൽ. ശരിക്കും ഞാൻ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഞാൻ ഒരു ആളെയും പ്രതീക്ഷിച്ചില്ല എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാനോ അല്ലെങ്കിൽ സർപ്രൈസ് തരാനോ വരുമെന്നൊന്നും ഞാൻ ആരെയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവർ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം. അങ്ങനെ അവരെനിക്കൊരു കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതൊക്കെ മുറിച്ച് ഞങ്ങൾ എല്ലാവരും കഴിച്ചു. പിന്നെ അവർക്ക് പായസമൊക്കെ കൊടുത്തു, എൻ്റെ പിറന്നാൾ പായസമൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയായിട്ട് വൈകുന്നേരമാണ് പിരിഞ്ഞത്. അവരെനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റൊക്കെ ഞാൻ എടുത്ത് നോക്കുമായിരുന്നു. എനിക്ക് ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ചിപ്പി എനിക്ക് സ്പെഷ്യലായിട്ട് ചെടിയൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നത്. ചെടിയും കേക്കൊക്കെയാണ് മേടിച്ചുകൊണ്ട് വന്നത്. അങ്ങനെ അവളുമാരെ പറഞ്ഞു വിട്ടു. പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് പിന്നെ അമ്മയും പപ്പയും ഞങ്ങൾ ഒരുമിച്ച് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഈ വട്ടം എൻ്റെ ബർത്ത്ഡേക്ക് 2 കേക്ക് ഉണ്ടായിരുന്നു. വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് നമ്മൾ ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ പോവുകയാണ്. ഈ വട്ടത്തെ ബർത്ത്ഡേക്ക് എനിക്ക് ഭയങ്കര സ്പെഷ്യാലിറ്റിയാണ്. മമ്മിയും പപ്പയും ഉള്ള കുറേ നാളിന് ശേഷമുള്ള എൻ്റെ ബർത്ത്ഡേ ആണ്. അവരുടെ കൂടെ എനിക്കൊന്ന് കുഞ്ഞിലെ ഒന്നും ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന്. എന്തായാലും ഈ ബർത്ത്ഡേക്ക് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരുടെ കൂടെ ഒരുമിച്ച് കേക്കൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിട്ട് കഴിച്ചു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു, കേക്കൊക്കെ കഴിച്ചു. പിന്നെ വൈകുന്നേരം ഒരു ഫിലിമൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പിന്നെ കിടന്നത്. എന്താണേലും എൻ്റെ ബർത്ത്ഡേയുടെ ദിവസം അടിപൊളിയൊരു ദിവസമായിരുന്നു ഈ വട്ടം. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ വട്ടം എൻ്റെ ബർത്ത്ഡേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.